അങ്കമാലിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് വിദ്യാർത്ഥിനിയായ ജാസ്ലിയ ജോൺസൺ മരിച്ച കേസിൽ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജിനെ പിടികൂടുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് ആലുവ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചെന്നും പ്രതി രക്ഷപ്പെട്ടത് പോലീസിന്റെ കണ്ണുവെട്ടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 ബ്രേക്കിംഗ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ടിൽ ഒരു ന്യായീകരണം ഉണ്ടല്ലോ, പോലീസിന്റെ വീഴ്ചയല്ല പക്ഷേ കണ്ണുവെട്ടിച്ചാണ് പോയത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനഃപൂർവ്വമായ വീഴ്ച പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ കേസ് ആദ്യം ഒരു ഹിറ്റ് ആൻഡ് റൺ കേസായിരുന്നു. അതിനുശേഷമാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. മരിച്ചതിന് പിന്നാലെ തന്നെ നോൺ ബെയിലബിൾ ഇട്ട് ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചു. നോൺ ബെയിലബിൾ രജിസ്റ്റർ ചെയ്ത്, അതായത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ ശേഷം, കുറ്റകരമായ നരഹത്യ ചുമത്തിയ ശേഷം 2 ദിവസത്തിന് ശേഷം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആലുവ ഡിവൈഎസ്പി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ജാസ്ലിയയുടെ കുടുംബം വാർത്താ സമ്മേളനം വിളിക്കുകയും അങ്കമാലി പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രതി അതിസമ്പന്നനാണ്, അതുകൊണ്ട് തന്നെ സിറിയക് ജോർജിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്, അതിലൊരു വിശദമായ പരിശോധന നടത്തണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അതിൽ പ്രകാരമാണ് എറണാകുളം റൂറൽ എസ് പി കെ എസ് സുദർശൻ ആലുവ ഡിവൈഎസ്പിയോട് ബാബുക്കുട്ടനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. അദ്ദേഹം അന്വേഷണം നടത്തിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല, പ്രതി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞാണ്, പലയിടങ്ങളിലും പ്രതി ഉണ്ട് എന്ന് കരുതി പോലീസോടെ പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിലൊക്കെ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ നരഹത്യ ചുമത്തി 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ പ്രതിയെ വാഗമണിൽ നിന്ന് പിടികൂടാൻ സാധിച്ചെന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഈ സിറിയക് ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മദ്യലഹരിയിലാണോ ഈ പ്രതി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിന് സംശയമുള്ളത്. ഭയം കൊണ്ട് ഓടിപ്പോയി അല്ലെങ്കിൽ നിർത്താതെ പോയി എന്നാണ് സിറിയക് പറഞ്ഞത്. അതിലൊക്കെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ക്രിസ്റ്റീന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.